the very, the very girl, the very bag, the very book എന്നൊക്കെ ചില ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ പറയുന്നത് കേട്ടിട്ടില്ലേ? എന്താണ് ദ വെരി? എവിടെയാണ് ഇത് ഉപയോഗിക്കുന്നത്? നോക്കാം നമുക്ക്. ദ വെരി എന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ്, നാമവിശേഷണം. ദിസ് ഈസ് ദ വെരി ലാപ്ടോപ്പ് ഐ ലൈക്ക് എന്ന് പറഞ്ഞാൽ ഈ സെയിം ലാപ്ടോപ്പാണ് എനിക്ക് ഇഷ്ടമുള്ളത്. ദിസ് ഈസ് ദ സെയിം ലാപ്ടോപ്പ് ഐ ലൈക്ക് എന്നാണ് അതിൻ്റെ മീനിങ്. ദ വെരി എന്നാൽ ദ സെയിം. അപ്പോൾ ദിസ് ഈസ് ദ സെയിം ലാപ്ടോപ്പ് ഐ ലൈക്ക് എന്ന് പറഞ്ഞാൽ പോരെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? ദിസ് ഈസ് ദ സെയിം ലാപ്ടോപ്പ് ഐ ലൈക്ക് എന്ന് പറയുന്നത് വളരെ കോമൺ ഇംഗ്ലീഷ് ആണ്. പക്ഷേ ദിസ് ഈസ് ദ വെരി ലാപ്ടോപ്പ് ഐ ലൈക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവലായി. അപ്പോൾ അഡ്വാൻസ്ഡ് ലെവലിലും നമുക്ക് സംസാരിക്കണ്ടേ? ദിസ് ഈസ് ദ വെരി ബോയ് ഹൂ ഡിസ്റ്റർബ്സ് മീ. ഈ കുട്ടിയാണ് എന്നെ ഡിസ്റ്റർബ് ചെയ്യാറുള്ളത്. ദിസ് ഈസ് ദ സെയിം ബോയ് ഹൂ ഡിസ്റ്റർബ്സ് മീ. ആ സെയിം കുട്ടി തന്നെയാണ്, സെയിം ബോയ് തന്നെയാണ് എന്ന മീനിങ് ആണ് ഇവിടെ. ഹി വെൻറ്റ് ടു വിസിറ്റ് ദ വെരി പ്ലേസ് വെയർ എവരിവൺ വാണ്ട്സ് ടു വിസിറ്റ്. ഹി വെൻറ്റ് ടു വിസിറ്റ് ദ വെരി പ്ലേസ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാൻ പോയി. ഏത് പ്ലേസാണ്? വേർ എവരിവൺ വാണ്ട്സ് ടു വിസിറ്റ്. എല്ലാവരും വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം. ആ സ്ഥലത്തേക്കാണ് അദ്ദേഹം പോയത്. ഹി വെൻറ്റ് ടു വിസിറ്റ് ദ വെരി പ്ലേസ് വേർ എവരിവൺ വാണ്ട്സ് ടു വിസിറ്റ്. ദിസ് ഈസ് ദ വെരി ഇൻസ്റ്റിറ്റ്യൂഷൻ വേർ ഷീ ലേൺഡ് ഇംഗ്ലീഷ്. ഇതാണ് ആ സെയിം ഇൻസ്റ്റിറ്റ്യൂഷൻ, അവൾ ഇംഗ്ലീഷ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ. ദിസ് ഈസ് ദ സെയിം ഇൻസ്റ്റിറ്റ്യൂഷൻ വേർ ഷീ ലേൺഡ് ഇംഗ്ലീഷ്. ദിസ് ഈസ് ദ വെരി ഗേൾ ഹൂം ഐ വാസ് ടോക്കിംഗ് എബൌട്ട്. ഞാൻ ഒരു ഗേളിനെ പറ്റി സംസാരിക്കാറുണ്ടായിരുന്നത് ഈ ഗേളിനെ പറ്റിയാണ്. ദിസ് ഈസ് ദ വെരി ഗേൾ ഹൂം ഐ വാസ് ടോക്കിംഗ് എബൌട്ട്. ആ സെൻറ്റൻസ് തന്നെ നമുക്ക് ദിസ് ഈസ് ദ വെരി ഗേൾ എബൌട്ട് ഹൂം ഐ വാസ് ടോക്കിംഗ് എന്നും പറയാം. ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നത് ഈ ഗേളിനെ പറ്റിയാണ്, ഈ പെൺകുട്ടിയെ പറ്റിയാണ്. അപ്പോൾ ദ വെരി എന്നത് അതിൻ്റെ മീനിങ് എന്താണ്, എങ്ങനെയാണത് ഉപയോഗിക്കുന്നത് എന്നും മനസ്സിലായല്ലോ.